السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وبه نستعين. الصلاة والسلام على رسول الأمين وعلى آله وصحبه وسلم أجمعين. أما بعد. ಕಿರ್ಸತೋ ಸಹೋದರಮಾರ ಸಹೋದರಿಮಾರ, అన్నూరు చిల్డ్రో ఈ ఒక గ్రూపులు నగా పడిచి ಬಂದಂತುల్లో നബിമാരുടെ ചരിത്ര എത്തിക്കും ഖിസസുൻ നബിയീൻ. അതിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമರೋ ചരിത്ര എത്തിക്കറി ഞങ്ങൾ കേട്ട് വന്നു. ഞങ്ങൾ കൊറിയ ക്ലാസ്സിലുണ്ട് ഞങ്ങൾ കേട്ടു വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമರೋ ദഅവത്തുക്ക് ബന്ധപ്പെട്ട് എത്തിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അബ്ബറൊಟ್ಟಿಗೆ പലക്കെ പറഞ്ഞത് ദഅവത്താക്കിയത്, ರಾಜಾವೈತುಲ್ಲ ನಮ್ರೂದರೊಟ್ಟಿಗೆ ದಾವತ್ತಾಕಿದ್ರು, ರಾಯತ್ತಂಗರೊಟ್ಟಿಗೆ ದಾವತ್ತಾಕಿದ್ರು. ഒരു സംക്ഷിപ്ത ഇത് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ നമുക്ക് ചെന്നുതന്നത് ഞങ്ങൾ മനസ്സിലാക്കി. അയാളുടെ ദഅവത്തിന്റെ ഭാഗമായിട്ടുള്ളത് ജീവിത ശൈലി, അള്ളാഹുവിന്റെ പരീക്ഷ. ഇത് പല രൂപത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ എക്സ്പ്ലെയിൻ ആക്കിയത് നമുക്ക് കാണാൻ സാധ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എത്തിക്കല് അയാൾ തൻ്റെ മക്കൾക്ക് വസിയ്യത്താക്കിയത്. സൂറത്തുൽ ബഖറത്തിൽ 132 ആയത്തും 133 ആയത്ത് അത് നമുക്ക് പഠിപ്പാട്ടിയിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാളുടെ മോൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനായിട്ടുള്ള യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ജണ്ടാലും മക്കമാർക്ക് വസിയ്യത്താക്കിയത് സംബന്ധിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ووصى بها إبراهيم بنيه ويعقوب. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും അലൈഹി വസ്സലാത്തു വസ്സലാം അങ്ങനെ മക്കമാർക്ക് കൊടുത്തതായി വസിയ്യത്ത് എത്തിക്കണം. എന്ത് എത്തിക്കറങ്ങ വസിയ്യത്താക്കിയോ? ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ദീൻറോ സെലക്ട് ആക്കി തന്ന, ഈ ദീൻറോ നിങ്ങൾക്ക് വിശിഷ്ടമാക്കി തന്ന, ഇതിലുള്ള ഈ വിശിഷ്ടമായ ഈ ദീൻറോ ഒരാളാക്കിയിട്ട് നിങ്ങളാക്കി തീർത്ത. അതുകൊണ്ട് തു ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാണ്ട് ഓർക്കും നിങ്ങൾ മരിക്കും തീരാ ചെന്നുള്ളത്. ഇതിന് പിന്നത്തെ ആയത്തിൽ കാണാം أم كنتم شهداء إذ حضر يعقوب الموت. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമു മൗത്ത് ചെല്ലതായോ ആ ഒരു ഘട്ട ബന്ധപ്പ മരിക്കുകയോ ആ നേരത്തിൽ അയാളുടെ മക്കളൊട്ടിಗೆ ചെന്ന് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. നിങ്ങൾ നണ്ടൽ പിന്നെ എന്തിരത്തേക്ക് നിങ്ങൾ ഇബാദത്താക്കണം. ഖാലു അങ്ങനെ ചെന്നാൽ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക. അതെ, ഞങ്ങൾ നിങ്ങളെ ഇലാഹോ നിങ്ങളെ അബ്ബമാറായിട്ടുള്ളേ ഇബ്രാഹീം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. ഇബ്രാഹീം ഇസ്മായിൽ ഇസ്ഹാഖറോ ഇലാഹായിട്ടുള്ളേ ആ ഒരു ഇലാഹിൽ ഞങ്ങൾ എന്താക്കറ, ആ ഒരു ഇലാഹക്ക് ഞങ്ങൾ ഇബാദത്താക്കറ. വനഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങൾ മുസ്ലിമുകളെ കൂട്ടത്തിലെത്തിക്കണം. ഈ ജണ്ടായത്തും ഞങ്ങൾക്ക് ഓതി തണ്ടു, ഞങ്ങൾക്ക് തെരിപ്പാട്ടി തണ്ടു കാര്യത്തിലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾക്ക് കൊടുത്ത മഹത്തായിട്ടുള്ള ഉപദേശ. ഇതുപോലത്തെ ഉപദേശം ഞങ്ങൾക്ക് ഖുർആനിൽ ലുഖ്മാൻ അലൈഹിസ്സലാം അയാൾ നബിയിട്ടും അല്ല സ്വാലിഹായ ഒരാളിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അങ്ങനത്തെ ഒരു സ്വാലിഹായ ഒരാൾ അല്ലെങ്കിൽ നബി
തൻ്റെ മോനുക്ക് ഉപദേശാക്കിയത് ഖുർആനിൽ കാണാം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, ഒന്നെ പരിശുദ്ധ മോനെ നിങ്ങൾ അല്ലാഹു ശിർക്കാക്കുക തീരാം. ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായിട്ടും ശിർക്ക് ചൊല്ലത് അത് വലിയ അക്രമൈത്തിക്ക, അള്ളാഹുക്ക് കാട്ടതായ വലിയ അക്രമൈത്തിക്ക. അതുപോലെ വേറെ വേറെ ഉപദേശം അതിൽ പിന്നെ സൂറത്തുൽ ലുഖ്മാൻ അതിന്റെ ബാക്കി ആയാത്തിൽ നമുക്ക് കാണാൻ സാധ്യത. സാലിഹൈത്തുള്ള ആൽമാറും അമ്പിയാക്കന്മാരും ഒരു എന്തോ ചെറിയ സുന്നത്തൈത്തിക്കറ് തൻ്റെ മക്കൾക്ക് നല്ല രൂപത്തിൽ ഉപദേശാഗ്രഹിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബിയുടെ മോൻ ഇസ്മായിൽ, ഇൻഷാല്ല അയാളുടെ ചരിത്രം പണ്ട് അവിടെ നമുക്ക് കാണാം. അള്ളാഹു ചൊല്ലുന്നു വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ. ഈ കിതാബിൽ, ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ ഇസ്മായിൽ നബി സ്മരിക്കും. അയാൾ ഒരെന്തോ സാദിഖായോ സത്യസന്ധമായിട്ടുള്ള വാഗ്ദാന പാലനാകൃതായോ ഒരാളെത്തിക്കുക. അയാൾ മാത്രമല്ല അയാൾ ഒരു നബിയും കൂടി എത്തിക്കുക. അതിൽ പിന്നെ അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിൽ ചൊല്ലുന്നു വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാഹ്. അയാളുടെ മക്കളൊട്ടിಗೆ കൽപ്പിച്ചോണ്ടിತ್ತು, ഓർഡർ ആക്കിക്കൊണ്ടിತ್ತು. എന്തിക്ക്? നിസ്കരിക്കും, സകാത്ത് കൊടുക്കും, കൽപ്പിച്ചോണ്ടിತ್ತು. നോക്കൂ, അങ്ങനെ മക്കളൊട്ടിಗೆ എത്രമാത്രം നല്ല ബോധന അങ്ങനെ ഒരു നബിമാറായിട്ട് സ്വാലിഹൈത്തുള്ള ആൽമാറായിട്ട് പോലും അങ്ങനെ കൊടുത്തോണ്ടിരുന്നാണ്. ഇത് സ്വന്തം നങ്ങമേ ഒരു സ്വാലിഹായോ ആ ആൽമാറിനെ ആ ഒരു ദരജത്തിಗೆ എത്തിയിട്ടില്ല. ನಂಗೆ ಆ ಒಂದು ದರಜತೆಗೆ ಎತ್ತೊಗೈತಿಲ್ಲ. എന്നിട്ട് പോലും ನಂಗೆ സ്വർഗ കിട്ടു ചുറ്റുള്ളൊരു എന്തിനോ യാറാശ നമുക്ക് ഗ്യാരണ്ടി ഞങ്ങൾ സ്വർഗത്തിൽ എത്തിക്കറി ഞങ്ങൾ ഓരോരുത്തരും നടത്താൻ അല്ലെ. ഞങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ, മക്കൾക്ക് ഷിർക്കിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ, ഖുർആന്റെ വിഷയത്തിൽ, ഹദീത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ, മരിപ്പിന്റെ വിഷയത്തിൽ മുസ്ലിമായിട്ട് മരിക്കണം ചൊല്ലില്ലേ വസിയത്ത് ഞങ്ങളുടെ മക്കൾ കൊടുക്കണമോ. നബിമാരുടെ ചരിത്ര അതേത്തിക്കർ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നു. എന്നൊക്കെ ഞാൻ ഈ ആയത്ത് ನೆನಪಾಕறேன். അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു വസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വ യാഖൂബ്. ഇബ്രാഹിം നബി അതേപോലെ യാഖൂബ് നബി അങ്ങനെ മക്കൾക്ക് വസിയത്താക്കിയ. എന്താ വസിയത്താക്കിയോ? യാ ബനിയ, ഓ എൻ്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിശിഷ്ടമായിട്ടുള്ള ഒരു ദീൻ നിങ്ങൾക്ക് സെലക്ട് ആക്കി തന്ന. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ട് അല്ലാണ്ട് നിങ്ങൾ ഒർക്കും മരിക്കുക തീരാ. അതിനർത്ഥം എന്തോ പേര് ചേഞ്ച് ആക്കിയിട്ട് മരിക്കുക തീരാണ്ടല്ല. നിങ്ങൾക്ക് തന്ന നല്ല നല്ല പേര് അതിനെ ബദലാക്കിയിട്ട് നിങ്ങൾ വേറെന്താവട്ടെ മുസ്ലിം അല്ലാത്ത അങ്ങനെ പേര് സ്വീകരിച്ചിട്ട് മരിക്കുക തീരാണ്ടല്ല. പേര് നല്ല കാര്യം, പിന്നെ അമലിലെത്തിക്കറി, ഈമാനിലെത്തിക്കറി. അതുകൊണ്ട് ഖുർആനിൽ നമുക്ക് ചുമ ജാഗത്തിൽ കാണാം വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഉലൈക അസ്ഹാബുൽ ജന്ന. ഏതൊരു ആൾമാർ അങ്ങനെ ഈമാനില്ലെന്നും അമൽ സ്വാലിഹാത്താണ് അതിലെത്തിക്കറി സ്വർഗ കിട്ടും. അപ്പം നബിമാർ അങ്ങനെ മക്കൾക്ക് പോലും എന്തോ ഈമാൻ ഗട്ടിയാക്കും, അതേപോലെ അമൽ സ്വാലിഹാത്ത് ആക്കുക എത്തിക്കലൂടെ കൽപ്പിച്ചതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധ്യമാവും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങളുടെ മക്കൾക്ക് ഇതുപോലത്തെ വസയ്യത്താക്കവും ഞങ്ങൾ ഓർത്തും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ വിഷയ പഠിക്കുകയും മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് ഓർത്തുകൊണ്ട് തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.